എല്ലാവർക്കിട്ടും കൊടുക്കുന്ന പണിയാണ്. ഈ മാസത്തെ ഒരു കറണ്ട് ബില്ല, ഈ മാസം വന്ന കറണ്ട് ബില്ല്, അതായത് 13/5/2004 വന്ന കറണ്ട് ബില്ല് വായിക്കാം. എനർജി ചാർജ് 3212.8 പൈസ, അല്ല 80 പൈസ, 3212.80 പൈസ. അതിൻ്റെ നികുതി 10%, ഈ എനർജി ചാർജിൻ്റെ 10% 321.28 പൈസ. ഫ്യൂവൽ സർചാർജ് FS എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ, 45.18 പൈസ. ഫിക്സഡ് ചാർജ് 410 രൂപ. മീറ്റർ റെൻറ്റ് 30 രൂപ. മീറ്റർ റെൻറ്റിൻ്റെ GST ബ്രാക്കറ്റിൽ 18%, 5 രൂപ 40 പൈസ. പിന്നെ ഓട്ടോ റിക്കവറി FS 50 രൂപ 20 പൈസ. റൗണ്ട് ഓഫ് 14 പൈസ. അങ്ങനെ 4075 രൂപ. അടി താഴെ സർചാർജ് 17 രൂപ. എല്ലാം കൂടെ 4092 രൂപ. 4092 രൂപ. 4092 രൂപയ്ക്കകത്ത് 3212 രൂപ 80 പൈസയാണ് കറണ്ട് ഉപയോഗിച്ചതിൻ്റെ ചാർജ്, 2 മാസത്തെ കറണ്ട് ഉപയോഗിച്ചതിൻ്റെ ചാർജ്. അതിൻ്റെ നികുതി 321.28 പൈസ. പിന്നെ അതിൻ്റെ പുറത്ത് ഫ്യൂവൽ സർചാർജ് 45.18 എന്നതാണെന്ന് ദൈവത്തിനറിയാം. ഫിക്സഡ് ചാർജ് 410. മീറ്റർ റെൻറ്റ് 30. ആ 30 രൂപയുടെ നക്കാപ്പിച്ച GST 5 രൂപ 40 പൈസ. അതിൻ്റെ താഴെ ഓട്ടോ റിക്കവറി FS 50 രൂപ 20 പൈസ. റൗണ്ട് ഓഫ് 14. 4075 കൂട്ടി ഉണ്ടാക്കിയിട്ട് താഴെ സർചാർജ് ഒരു 17 രൂപയും കൂടെ. അപ്പോൾ മോളി സർചാർജ് വെച്ചത് എന്നാത്തിനാ? ഇനി ഈ മാസത്തെ ബില്ല്, ഇനി കഴിഞ്ഞ മാസത്തെ ബില്ലിൻ്റെ ഒരു കണക്ക് കാണിക്കാം. അത് 11/3/24 വന്നതാണ്. ഫിക്സഡ് ചാർജ് 400 രൂപ. മീറ്റർ റെൻറ്റ് 35.40 പൈസ. എനർജി ചാർജ് 2558.20 പൈസ. ഡ്യൂട്ടി 255.82 പൈസ. ഫ്യൂവൽ സർചാർജ് 42.84. മന്ത്ലി ഫ്യൂവൽ സർചാർജ് മന്ത്ലി ഫ്യൂവൽ സർചാർജ് 47.6 രൂപ. പിന്നെ റൗണ്ട് ഓഫ് ഒരു 14 പൈസ. ബില്ല് എമൗണ്ട് 3340 രൂപ. വീണ്ടും ഒരു സർചാർജ് 14 രൂപ. ഈ സർചാർജ് എന്ന് പറഞ്ഞാൽ ഈ സാറുമാർക്ക് കൊടുക്കാനുള്ള ചാർജാണോ? 3, 4, 5 പ്രാവശ്യമായിട്ട്. ഈ കറണ്ട് ബില്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ 4 തരം ഉള്ളായിരുന്നു: ഡൊമസ്റ്റിക്, കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചർ. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ വീടുകൾക്കുള്ളത്, കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞാൽ കടകൾക്കുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ളത്, ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഫാക്ടറികൾക്കുള്ളത്, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷിക്കുള്ളത്. ഞാനിതിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ തമിഴ്നാട്ടിലെ ഒരു ബില്ലെടുത്തു. തമിഴ്നാട്ടിലെ ബില്ലെടുത്തപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് 4 ബെഡ്റൂമുള്ള 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിലെ ബില്ലാണ്. ആ വീട്ടിൽ AC ഒന്നുമില്ല. എന്നാൽ 4 ബെഡ്റൂമിൽ AC ഉള്ള തമിഴ്നാട്ടിലെ ഒരു വീട്ടിലെ കറണ്ട് ബില്ലെടുത്തപ്പോൾ അവിടെ ഒരു മാസം വരുന്ന ഈ ഏറ്റവും മേലിൽ കൂടിയപ്പോൾ 4 AC കൂടി ഉള്ള വീട്ടിൽ വന്ന 1674 രൂപ. അതായത് ഏതാണ്ട് 3200 രൂപ. മറ്റേത് 4000 മിച്ചം പൈസ വരുമ്പോൾ 4092 രൂപ വരുന്ന സമയത്ത് 3200 രൂപയിൽ താഴെയുള്ള അവിടുത്തെ ബില്ല്. അവിടുത്തെ ബില്ലിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവിടുത്തെ ബില്ലൊന്ന് വായിക്കാം. 2300 എന്നെഴുതിയിട്ട് CC ചാർജസ് 1515 രൂപ. 6223 BPSC 11.36. 6192 RC ചാർജസ് 125 രൂപ. SGST 11 രൂപ. CGST 11 രൂപ. റൗണ്ട് ഓഫ് ഒരു 14 പൈസ. എല്ലാം കൂടെ 1674 രൂപ. ഈ 1674 രൂപ നോക്കുമ്പം 159 രൂപയാണ് അവിടെ നികുതിയായിട്ട് എല്ലാം കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഞാനത് ഇവിടെ 2 മാസത്തെ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തേതും ഇവിടുത്തേതും കൂടി ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് 2 മാസം കൊണ്ട് 879 രൂപയാണ് ഇതിനകത്ത് നികുതി മാത്രം മേടിക്കുന്നത്. ഈ ഒട്ടുക്കത്തെ നികുതി മേടിക്കുന്നത് ഓരോ കള്ളത്തരം പറഞ്ഞങ്ങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർചാർജ്, പിന്നെ സർചാർജ്, പിന്നെ അതിൻ്റെ പുറത്ത് റൗണ്ട് ഓഫ്, പിന്നെ അതിൻ്റെ പുറത്ത് കോപ്പ് കൊടുത്തക്കറം. ഈ പണ്ടാരം പിടിക്കാൻ ഇത് 10 പൈസയ്ക്ക് ഇത് ഉണ്ടാക്കുന്ന സാധനമാണ്. 10 പൈസക്ക് ഉണ്ടാക്കുന്ന സാധനം ഇത്. അതിൻ്റെ അവസാനം കറണ്ട് ബില്ല് എങ്ങനെയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ്ടല്ലോ, കർണാടകത്തിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 5 രൂപ 90 പൈസ യൂണിറ്റിന്. തമിഴ്നാട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 5 രൂപ 50 പൈസ. കേരളത്തിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കോപ്പ് മനസ്സിലാക്കാത്ത രീതി മണ്ടേന്ന് താഴെ വരെ ഉണ്ടാക്കി വെച്ചിരിക്കുക.
0 മുതൽ 50 വരെ ഒരു റേറ്റ്, 50 മുതൽ 101 വരെ ഒരു റേറ്റ്. കേരളത്തിൽ എഴുതി വെച്ചേക്കുന്ന 50 വരെ ചാർജ് ഇല്ല. 50 മുതൽ 100 വരെ 4 രൂപ 5 പൈസ, 101 മുതൽ 150 രൂപ 5 രൂപ 10 പൈസ, 151 മുതൽ 200 വരെ 6 രൂപ 95 പൈസ, 201 മുതൽ 250 വരെ 8 രൂപ 20 പൈസ. വേറെ ഏതാണ്ട് ഒരു പണ്ടാരം എഴുതിയിട്ട് 8 രൂപ 80 പൈസ. അതായത് ഇത് നോക്കിയാൽ ഒരു മനുഷ്യനും ഒന്നും മനസ്സിലാകുകയില്ല. ഇത് ഡൊമസ്റ്റിക്കിൻ്റെ. കൊമേഴ്സ്യലിൻ്റെ നോക്കിയാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും നോക്കുമ്പോൾ അവിടെ കൃത്യമായ ചാർജ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഇതുമില്ല. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയേ. കാരണം അതിനകത്ത് വിളവത്തരം ഒന്നുമില്ല. ഇവിടെ വിളവത്തരം മാത്രമേ ഉള്ളൂ. കറണ്ട് എടുക്കുമ്പോൾ മീറ്റർ കാശ് കെട്ടിവെക്കണം. കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് സകല സാധനവും വീട്ടുകാരനാണ് വെക്കുന്നത്. വീട്ടുകാരൻ വെച്ചിട്ട് മീറ്റർ കാശ് വീട്ടുകാരനാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാരൻ്റെ മീറ്ററിന് പിന്നെ എന്തിനാ ഇത് കൂട്ടുക? അതിന് വാടക, പിന്നെ ഫിക്സഡ് ചാർജ് എന്നാ കോപ്പിനാ? സത്യം പറഞ്ഞാൽ മലയാളിയുടെ ഒരു തലവിധി കുറേ ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൊള്ളയടിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഈ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ബില്ലെടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെ കാണിക്കുന്ന കൊള്ളരുതായിയുടെ അർത്ഥം മനസ്സിലാകുന്നത്. ഇഷ്ടംപോലെ വെള്ളം, ഇഷ്ടംപോലെ ഡാമുകൾ, ഇത് മുഴുവൻ ഇവിടെ ഉണ്ടായിട്ട് ഈ കൊള്ള നിങ്ങളുടെ വീട്ടിൽ വരുന്ന ബില്ലുകൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവന്മാർ എഴുതി വെച്ചേക്കുന്നത് ഫിക്സഡ് ചാർജ് 410. എന്നാത്തിനുള്ള ചാർജാണ് ഇത്? ഇതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കർണാടകത്തിൽ അവിടുത്തെ ആളുകളെ വിളിച്ചിട്ട് അവരോട് പഠിക്കുമ്പോൾ അവർ പറയുന്നു, കഴിഞ്ഞ 6 മാസം അവർക്ക് വന്നുകൊണ്ടിരുന്ന യൂണിറ്റ് എത്രയാണോ അത് കണക്ക് കൂട്ടിയിട്ട് അത് 200 യൂണിറ്റ് താഴെയാണെങ്കിൽ അത്രയും യൂണിറ്റ് എല്ലാ മാസവും മുന്നോട്ട് കറണ്ടിന് ഫ്രീ പൈസ കൊടുക്കണ്ട. ഉദാഹരണം, കഴിഞ്ഞ 6 മാസം ഒരാൾ 175 യൂണിറ്റ് വെച്ചാൽ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ മുന്നോട്ട് വരുന്ന ബില്ലിനകത്തുനിന്ന് 175ൻ്റെ പൈസ അവർ കൊടുക്കണ്ട. അത് കുറച്ചിട്ട് ബാക്കി വരുന്നതിന് കൊടുത്താൽ മതി. എൻ്റെ ഒരു സ്നേഹിതൻ ചെറുപുഴ താമസിക്കുന്നുണ്ട്. അയാൾക്ക് അവിടെ ഒരു വീടും 1-2 പണിക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങേർക്ക് കൂർഗിലും ഒരെണ്ണമുണ്ട്. പുള്ളി പറഞ്ഞ് ഈ ഈ ഈ ചെറുപുഴയിലുള്ള ഇതിന് വരുന്നതിൻ്റെ 10 ഇരട്ടിയൊക്കെയാണ്, അല്ല ഈ കൂർഗിലുള്ളതിന് വരുന്നതിൻ്റെ 10 ഇരട്ടിയൊക്കെയാണ് ചെറുപുഴയിലുള്ളതിന് വരുന്നത്. പറ്റുമെങ്കിൽ ഇവിടുന്ന് താമസം പോകാനിരിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയായി കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകാതിരിക്കുന്നത്? പിഴിഞ്ഞ് ഈ ഒടുക്കത്തെ മേടിച്ച് ഇത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും വായിലോട്ട് തള്ളുമല്ലേ? ഇത് മുഴുവൻ രാഷ്ട്രീയക്കാരുടെ പരിപാടി. സാധാരണ ജനത്തിനെ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇത് ഫ്യൂവൽ സർചാർജ് 42 രൂപ 84 രൂപ കഴിഞ്ഞ മാസത്തെ ബില്ലല്ല. മന്ത്ലി ഫ്യൂവൽ സർചാർജ് ഇതെന്നാ ഈ ഇടപാടാ? ഫ്യൂവൽ സർചാർജ് 42. ഇത് ഹൈക്കോടതിയിലൊക്കെ പോകേണ്ട കേസാണ് ഇത്. ഈ ബില്ല് വെച്ചോണ്ട് കോടതി പോകാൻ എൻ്റെ കയ്യിൽ ഒരു സാഹചര്യം ഇല്ലാട്ടോ, അല്ല ഞാനിതിന് കോടതി പോനെ. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും താഴെ വീണ്ടും ഒരു സർചാർജ്. കഴിഞ്ഞ മാസത്തെ കറണ്ട് ഈ 11/3 വന്ന കറണ്ട് ബില്ലിനകത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് നികുതിയാണ് 255.82. കൊണ്ട ഒടുക്കത്തെ തീറ്റ തിന്നട്ടെ ഇവന്മാർ. അതിൻ്റെ പുറത്ത് ഫ്യൂവൽ സർചാർജ് 42.84. പിന്നെ മന്ത്ലി സർചാർജ് 47.6. എന്നിട്ട് ഏറ്റവും താഴെ പിന്നെ ഒരു സർചാർജ്. ഇത് എന്തൊരു സർചാർജാണ് ഇത്? ഇതിപ്പോൾ മനുഷ്യൻ്റെ ശരീരത്ത് ഒരുവിധ തൂക്കമുള്ള മനുഷ്യനൊക്കെ 50-60 കിലോ കാണും. ഇനിയിപ്പോൾ ഈ തൂക്കത്തിന് നോക്കി അതിനൂടെ സർചാർജ് ഇടുവന്മാർ. ദയവ് ചെയ്ത് ഗവൺമെൻറ്റിനോട് പറയട്ടെ, ഇങ്ങനെ കുറേച്ച കൊല്ലാതെ നിങ്ങളുടെ ഈ പോലീസ് ഉണ്ടല്ലോ, പോലീസിൻ്റെ തോക്കും ഉണ്ടല്ലോ, ദയവ് ചെയ്ത് കുറേ എണ്ണത്തിനെ വെടിവെച്ച് കൊന്ന് ആ ഇറച്ചി വിറ്റെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരട്ടെ. ആ രീതി ചെയ്യണം എന്ന് അങ്ങനെയെങ്കിലും ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സഹായിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.